വിജയികൾക്ക് കൊടുക്കുന്ന ആ സ്നേഹത്തോടെ നമുക്ക് അവരെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യാം. കാർത്തിക് മജു, അർജുൻ എം പട്ടേൽ അവരുടെ അഭിമാനപൂർവ്വരായ മാതാപിതാക്കളോടും നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് VM തോമസ് സാർ, അതുപോലെ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി വിജി ജോജോ, നമ്മുടെ പ്രിയങ്കരനായ ഹെഡ്മാസ്റ്റർ റെജി അച്ഛൻ എന്നിവരോടൊപ്പം നമ്മുടെ സ്കൂളിൻ്റെ ആദരവേറ്റുവാങ്ങിക്കൊണ്ട് ഇതാ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഏറെ സ്നേഹത്തോടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. അസംബ്ലി ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഹൃദയ സരോരുഹ സഹസ്രദലങ്ങളിൽ ഉദയമായുണരും ചൈതന്യമേ, അറിവായി അലിവായി തിരുമുഖ ദർശനം അടിയങ്ങൾക്കിന്നരുളേണമേ. പദവും നീയേ പൊരുളും നീയേ, പ്രകൃതി ചരാചര ജീവൻ നീയേ. പദവും നീയേ പൊരുളും നീയേ, പ്രകൃതി ചരാചര ജീവൻ നീയേ. പൊരുളറിയാത്തൊരു പിഞ്ചു കീടാങ്ങളെ പദമിടരാതെ നയിക്കേണമേ. പൊരുളറിയാത്തൊരു പിഞ്ചു കീടാങ്ങളെ പദമിടരാതെ നയിക്കേണമേ. ഹൃദയ സരോരുഹ സഹസ്രദലങ്ങളിൽ ഉദയമായുണരും ചൈതന്യമേ, അറിവായി അലിവായി തിരുമുഖ ദർശനം അടിയങ്ങൾക്കിന്നരുളേണമേ. സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കുന്നു. ഈ സവിശേഷ കൂടിവരവിൻ്റെ വിശിഷ്ട അതിഥികളായിരിക്കുന്ന നമ്മുടെ വാർഡ് കൗൺസിൽ വിജി ജോജോ കുടക്കച്ചിറ, PTA പ്രസിഡന്റ് VM തോമസ് സാറെ, നമ്മുടെ സന്തോഷത്തിൻ്റെയും സെൻറ് തോമസിൻ്റെ സുവർണ താരങ്ങളായ അർജുൻ M പട്ടേരി, കാർത്തിക് മജു, അവരുടെ മാതാപിതാക്കന്മാർ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, വാത്സല്യമുള്ള കുട്ടികളെ, നമ്മളെ സംബന്ധിച്ച്, ടീം സെൻറ് തോമസിനെ സംബന്ധിച്ച് ഇത് വലിയ സന്തോഷത്തിൻ്റെ ഒരു കൂടിവരവാണ്. നമ്മുടെ പ്രിയ കുട്ടികൾ സ്പോർട്സിലും കലയിലും ശാസ്ത്ര മേഖലയിലുമൊക്കെ നിരവധി സമ്മാനങ്ങൾ ഉപജില്ല, ജില്ലാ തലങ്ങളിൽ കരസ്ഥമാക്കുകയുണ്ടായി. അതിലും ഒരു പടി കൂടെ ഉയർന്ന് സംസ്ഥാന തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് അവിടെ നിന്നും ദേശീയ തലത്തിലേക്ക് ഉള്ള വലിയ ആഗ്രഹത്തിൻ്റെ, വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം നടത്തിയവരാണ് നമ്മുടെ രണ്ട് കുട്ടികൾ. അർജുൻ M പട്ടേരി ദേശീയ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും 50 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ വെള്ളി മെഡൽ നേടുകയും ചെയ്തു. അവിടെ നിന്നാണ് ദേശീയ ഗെയിമിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ഇപ്പോൾ സംസ്ഥാന ജേതാവാണ്, വെള്ളി മെഡൽ ജേതാവാണ് നമ്മുടെ 7A അർജുൻ M പട്ടേരി.
കുട്ടികളെല്ലാവരും ഇത് അറിഞ്ഞോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മുടെ മാധ്യമങ്ങളൊന്നും വലിയ കവറേജൊന്നും ഇക്കാര്യത്തിൽ നൽകിയിരുന്നില്ല. നമ്മൾ സ്കൂളിൽ ആ ദിവസങ്ങളിൽ അർജുനെ അനുമോദിക്കുകയുണ്ടായി. എങ്കിലും വളരെ ആഘോഷമായ രീതിയിൽ പിറ്റിയുടെ സാന്നിധ്യത്തിൽ, വാർഡ് മെമ്പറിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ മക്കളെ ആദരിക്കണമെന്നതിൻ്റെ ഒരു ചിന്തയാണ് ഇതിന് പിന്നിൽ. അപ്പം അർജുനൻ പട്ടേരി വലിയ തോതിൽ കഠിനാധ്വാന നല്ല സ്വഭാവത്തിൻ്റെയും നല്ല വിദ്യാഭ്യാസത്തിൻ്റെയും ചിന്തകളുമായി ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തിയിരിക്കുന്ന മകനാണ്. ഏതൊരു വലിയ വിജയത്തിൻ്റെ പിറകിൽ കഠിനാധ്വാനവും പരിശ്രമവും ആഗ്രഹമുണ്ട് എന്നത് നമ്മൾ അർജുനിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് കാർത്തി മജുവാണ്. ഞാനിവിടെ വന്ന നാളിൽ മുതൽ വൈകുന്നേരങ്ങളിൽ വന്ന് ചോദിക്കും, അച്ഛാ നേരത്തെ പൊക്കോട്ടെ. ഇപ്പോൾ കുറച്ച് ദിവസമായപ്പോൾ എനിക്ക് ഒരു വിഷമം. അപ്പോൾ ഞാൻ പറഞ്ഞ് ഭവൻ സാറിനോട് പറഞ്ഞ് പപ്പായോട് എന്നെ ഒന്ന് കാണണം, ഇങ്ങനെ പോകുമ്പോൾ പഠനത്തെ ബാധിക്കുമോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. അങ്ങനെ മജുചേട്ടൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവൻ പഠനകാര്യങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളാം, അവനെ ഈ ദിവസങ്ങളിൽ സെൻറ് തോമസ് കോളേജിൽ നടക്കുന്ന പ്രാക്ടീസിന് വിടണമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ കഠിനാധ്വാനവും വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനവും വഴി ജില്ലാ ടീമിൽ സെലക്ഷൻ കിട്ടി. ജില്ലാ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു നമ്മുടെ കീർത്തി മജു. അവിടെ നിന്നും കേരള ടീമിൽ അംഗമായി ദേശീയ ക്രിക്കറ്റ് ടീമിൽ സ്കൂൾ ക്രിക്കറ്റ് ടീമിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചിരിക്കുകയാണ്. ഇതും നമ്മുടെ കുട്ടികളാരും അറിഞ്ഞോന്നും എനിക്ക് സംശയമുണ്ട്. വലിയ പരിശ്രമത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ ചിട്ടയായ ഡിസിപ്ലിൻ, മാതാപിതാക്കന്മാരുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് അധ്യാപകരോടുള്ള ആദരവ് കാണിച്ചുകൊണ്ട് നല്ല പഠന പരിശീലനം നേടിക്കൊണ്ട് തന്നെ ഈ സ്പോർട്സിന് പ്രാധാന്യം നൽകുകയും കാർത്തി ഇന്ന് മുന്നേറുകയാണ്. ദേശീയ ഗെയിമിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതിന് നമുക്ക് നന്ദി പറയാം, എല്ലാ വിജയങ്ങളും നേടാം. നമ്മുടെ ഈ മക്കളെ അനുമോദിക്കുന്ന ഈ സമ്മേളനത്തിൽ വിശിഷ്ട അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ വിജി ജോജയാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ സ്കൂളിൻ്റെ തന്നെ ഇങ്ങനെ പ്രോഗ്രാം നടത്താറില്ലെങ്കിലും ഹയർ സെക്കൻഡറി സെക്ഷനിൽ പ്രോഗ്രാം നടത്തുമ്പോഴും ഓരോ ആവശ്യത്തിന് വിളിക്കുമ്പോഴൊക്കെ വലിയ താല്പര്യത്തോടുകൂടി ഓടിയെത്തുകയും കുട്ടികൾക്ക് കലോചിതമായ സന്ദേശം നൽകുകയും ചെയ്തു. കൗൺസിലറിനെ ടോബിൻ സാറാണ് നമുക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം വിളിച്ചത്. അപ്പോൾ തന്നെ പറഞ്ഞു, എത്തിയിരിക്കും, കുട്ടികളുടെ ഒരു കാര്യമല്ലേ എന്ന്. നമുക്കറിയാം, ജൂബിലി തിരുനാളിൻ്റെ തിരക്കും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ, മണിക്കൂറുകളായതേ ഉള്ളൂ. വണ്ടി ഇറക്കാൻ പറ്റാഞ്ഞിട്ട് നടന്നാണ് കുരിശുപള്ളിക്കവലയെന്ന് കൃത്യസമയത്ത് ഓടിയെത്തിയത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആദരണീയായ വാർഡ് കൗൺസിലർ ബിജി ജോജയ്ക്ക് ടീം സെൻറ് തോമസിൻ്റെ പേരിൽ ഊഷ്മളമായ സ്വാഗതം ഈ കൂടിവരവിലേക്ക് നേരുന്നു. മറ്റ് വിശിഷ്ടാതിഥി നമ്മുടെ PTA പ്രസിഡന്റ് VM തോമസ് സാറാണ്. നമുക്കറിയാം, കുട്ടികൾക്ക് പരിചയമുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും PTAയുടെ വലിയ സപ്പോർട്ട്, പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നടത്തിയ ഫുഡ് ഫെസ്റ്റ്, ഓണാഘോഷം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുകയും കുട്ടികൾക്ക് നല്ല സന്ദേശം നൽകി വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന PTA പ്രസിഡന്റാണ് തോമസ് സാറ്. സാറിൻ്റെ മകൻ ഞങ്ങളുടെ 10B ക്ലാസ്സിലുണ്ട്. ഞങ്ങളുടെ ടീം സെൻറ് തോമസിൻ്റെ പേരിൽ തോമസ് സാറിനെ ഈ കൂടിവരവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സുവർണ താരങ്ങൾ സംസ്ഥാന ജേതാക്കളാണ്. അർജുനും പട്ടേരിയും കാർത്തി മജുവും. രണ്ടുപേരും 7A 7B പഠിക്കുന്ന കൊച്ചുകുട്ടികൾ. അച്ഛനാദ്യം സൂചിപ്പിച്ചല്ലോ, വലിയ ആഗ്രഹത്തിൻ്റെയും ചിട്ടയായ പരിശീലനത്തിൻ്റെയും ഒക്കെ ഒരു കഥയുണ്ട് ഈ വലിയ വിജയത്തിൻ്റെ പിന്നിൽ. സംസ്ഥാന ജേതാക്കളാകുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. അക്കൂട്ടത്തിൽ ഇതിൽ സന്തോഷിക്കുന്ന അച്ഛൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ചെറിയ കാര്യങ്ങളോട് നോ പറഞ്ഞാൽ വലിയ കാര്യങ്ങളോട് എസ് പറയാൻ നമുക്ക് പറ്റും.
നമ്മുടെ അലസതയോട് നോ പറഞ്ഞാൽ, മൊബൈൽ ശീലത്തോട് നോ പറഞ്ഞാൽ, കഠിനാധ്വാനത്തോടുള്ള നമ്മുടെ വിരസതയോട് നോ പറഞ്ഞാൽ വലിയ റിസൾട്ട്, വലിയ നന്മകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അതിൻ്റെ മകുട ഉദാഹരണങ്ങളാണ് കാർത്തിമജുവും അർജുനും പട്ടേരിയും. നിങ്ങൾക്കും അത് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ടുപേരെയും ടീം സെൻറ് തോമസിൻ്റെ പേരിൽ ഈ കൂടിവരവിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. കാർത്തിയുടെ മാതാപിതാക്കന്മാർ മജുമോൻ ബിയും ജിനു മഞ്ജുവും, മകള് തീർത്ത മജു ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരുമുണ്ട്. കോച്ചിങ് പരിശീലനം നൽകുന്നത് രാകേഷും രാഹുലുമാണ്. അവരുടെ പരിശീലനം ഡിസിപ്ലിൻ്റെ ഭാഗമാണ് കാർത്തിക്ക് ഉന്നതമായ തലങ്ങളിൽ എത്താൻ സാധിച്ചത്. മാതാപിതാക്കന്മാരുടെയും സഹോദരിയുടെയും പ്രോത്സാഹനവും പ്രാർത്ഥനയും ഒക്കെയാണ്. മാതാപിതാക്കന്മാർ രണ്ടുപേരെയും ഞങ്ങൾ ഈ ടീം സെൻറ് തോമസിൻ്റെ പേരിൽ ഈ സവിശേഷ കൂടിവരവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അർജുനും പട്ടേരിയുടെ മാതാപിതാക്കന്മാർ മനോജ് ചേട്ടനുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്. ആശ നമുക്കറിയുന്ന എത്തിയിട്ടില്ല. ആര്യനന്ദയാണ് ഒരു സഹോദരി, +2 പഠിക്കുന്നു. ആ കുടുംബത്തിൻ്റെ വലിയ പ്രോത്സാഹനവും ആ കുടുംബത്തിൻ്റെ വലിയ ആഗ്രഹവുമൊക്കെയാണ് മകൻ ഇത്ര ചെറുപ്പത്തിലെ നീന്തൽ താരമായി ഉയർന്നു വരുന്നത്. കൂടുതൽ ഉയരങ്ങളിലേക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രോത്സാഹനമുണ്ടാകും. ടീം സെൻറ് തോമസിൻ്റെ പേരിൽ ഈ കുടുംബത്തെ സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകർ, പ്രത്യേകിച്ച് 7A ക്ലാസ് ടീച്ചർ ജോമി അച്ഛന്, 7Bയിലെ ഫെനിക്സ് സാറ്, സീനിയർ അസിസ്റ്റന്റ് ബാബു സാറ്, സ്പോർട്സ് സാറ് ഭവൻ സാറ്, അധ്യാപകരെയും അനധ്യാപകരെയും മത്സല്യമുള്ള കുട്ടികളെ എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അച്ഛൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രാക്ടീസ് നടത്തുകയും അതോടൊപ്പം തന്നെ പഠനവും മുമ്പോട്ട് കൊണ്ടുപോകുന്ന കുട്ടികളാണ്. ഏതായാലും ഇവർക്ക് ജഗദീശ്വരൻ നല്ലൊരു ഭാവി, കൂടുതൽ ഉയരങ്ങളിലെത്താൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവരെ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫാദർ റജീവൻ തെങ്ങുപള്ളിയിൽ, വാർഡ് കൗൺസിലർ ബിച്ചി ജോജോ കൊടുക്കച്ചറ, നാഷണൽ ജേതാക്കളായ അർജുൻ പട്ടേരിൽ, കാർത്തിക്, അധ്യാപകരെ അനധ്യാപകരെ, ഏറെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇവരുടെ മാതാപിതാക്കൾ, പല സെൻറ് തോമസ് സ്കൂളിലെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി പിള്ളേരുടെ ഭാവിക്ക് വേണ്ടി രാപകല് കഷ്ടപ്പെടുന്ന അധ്യാപകർ, അതിന് നേതൃത്വം വഹിക്കുന്ന ഏറെ ബഹുമാനം നിറഞ്ഞ ഹെഡ് മാസ്റ്റർ, അതോടൊപ്പം തന്നെ ഇന്നത്തെ അസംബ്ലിയിൽ നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളായ അർജുൻ പട്ടേലും കാർത്തികും അവരുടെ മാതാപിതാക്കൾ, ഇവരുടെ വിജയത്തിന് പിന്നിൽ വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച വ്യക്തിത്വങ്ങളാണ് ഇവരുടെ മാതാപിതാക്കൾ. അതിർത്തി അവരുടെ പഠന വിഷയങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കഠിനാധ്വാനത്തിലൂടെ നമ്മുടെ മുന്നിൽ വളരെ അഭിമാനത്തോടു കൂടി
അവർ നെഞ്ചുയർത്തി നിൽക്കുകയാണ്. ഇവർ നമുക്കൊരു പ്രചോദനമാണ്. ഏറെ വാത്സല്യമുള്ള കുട്ടികളെ, നമുക്കെല്ലാവർക്കും കഴിവുകളുണ്ട്. കായികപരമായിട്ടും കലാപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള കഴിവുകൾ അത് നമ്മൾ പ്രകടിപ്പിക്കണം. പാലാ സെന്റ് തോമസ് സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതരായ കുട്ടികളാണ്. അവർക്കിവിടെ കളിക്കുവാൻ വേണ്ടി ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്, ഫുട്ബോൾ കോർട്ടുണ്ട്, വോളിബോൾ കോർട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മുടെ ഉള്ളിലുള്ള കായിക ആ ഒരു അവസ്ഥ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ നമുക്കിവിടെ സ്റ്റേഡിയമുണ്ട്, നീന്തുവാൻ വേണ്ടി നീന്തൽ കുളങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കണം, പഠിച്ച ഉന്നതങ്ങൾ എത്തണം. പാലാ സെന്റ് തോമസ് സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഈ കായിക അഭ്യാസങ്ങളിൽ കൂടി വിദ്യാഭ്യാസത്തിലൂടെയും കടന്ന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഉന്നതിയിലെത്തിയവരുണ്ട്. പല ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചവരുണ്ട്. ഇവരൊക്കെ നമുക്ക് മാതൃകയും പ്രചോദനമാണ്. എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും പി ടിയുടെ മാതാപിതാക്കന്മാരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ വളരെയേറെ അഭിമാനത്തോടു കൂടിയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. സെന്റ് തോമസ് സ്കൂളിന് അഭിമാനപാത്രമായ സെന്റ് തോമസ് സ്കൂളിൻ്റെ പേരും പ്രശസ്തിയും നാഷണൽ ലെവലിൽ എത്തിച്ച ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. പ്രചോദനാത്മകനെ അതിന്റെ തിരക്കിലായിരുന്നു. അവിടെ നിന്നാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഏറ്റവും അച്ചടക്കമുള്ള, ഏറ്റവും സ്ഥിരോത്സാഹികളായ 2 വിദ്യാർത്ഥികൾ, നമ്മുടെ റോൾ മോഡൽസ്. അവർക്ക് പുരസ്കാരം അർപ്പിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി പി ജി ജോജോയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അർജുന്റെയും കാർത്തിയുടെയും മാതാപിതാക്കൾ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. അവരാണ് ഇതിന് ഏറ്റവും അർഹരായിരിക്കുന്നവർ. അർജുൻ എം പട്ടേലിന് ഇതാ പുരസ്കാരം നൽകുകയാണ്. And he participated in the National School Games Aquatics at Rajkot. നമുക്ക് കൈയടികളോടെ ഇവരെ അനുമോദിക്കാം. ഇനി കാർത്തി മജു. He is selected to compete in the National School Games Cricket at Patna. പാട്നയിൽ നടക്കുന്ന നാഷണൽ സ്കൂൾ ഗെയിംസ് സബ് ജൂനിയർ ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന നമ്മുടെ പ്രിയ താരം കാർത്തി മജു. കയ്യടികളും. താങ്ക് യു. വിഭാഗം പുസ്തകാസ്വാദനം 3rd grade അനന്തകൃഷ്ണൻ ജി. അനന്തകൃഷ്ണൻ. ഹൈസ്കൂൾ വിഭാഗം ചിത്രരചന 3rd grade ഷിജിൻ ഷെയ്സ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി സംഘടിപ്പിച്ച UP വിഭാഗം കുട്ടികളിലെ നൂതനാശയങ്ങൾ കണ്ടെത്തുന്നതിനായി നടത്തുന്ന സ്കൂൾ ഇന്നോവേഷൻ മാരത്തോൺ 2024-25 സ്കൂൾ തലത്തിൽ വിജയകരമായി പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സമ്മാനദാനമാണ്. ഇനി സമ്മാനങ്ങൾ നൽകുന്നതിനായി ശ്രീമതി പി ജി ജോജോയെ ക്ഷണിക്കുന്നു. ഒന്നാം സമ്മാനം എൽസ്റ്റൺ പ്രിൻസ് 7A. എൽസ്റ്റൺ പ്രിൻസ് 7A. ഇമ്മാനുവൽ ആന്റണി 7A. ഇമ്മാനുവൽ ആന്റണി. ശ്രീഗിരി ആർ നായർ 6A.
ഈ പ്രൊജക്ട് ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ വിശിഷ്ടാതിഥി ആദരണീയായ മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി വിജി ജോജോ, ഏറ്റവും പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ രജേഷ, സ്നേഹം നിറഞ്ഞ PTA പ്രസിഡന്റ് PM തോമസ് സർ, നമ്മുടെ സ്കൂളിന്റെ അഭിമാന താരങ്ങളായ കാർത്തി മജു, അർജുൻ എം പട്ടേരി, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആദരണീയരായ അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നത്: ഉരുവിലുള്ള ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ കഴിവുകളെ കണ്ടെത്തി വളർത്തി വികസിപ്പിക്കുന്നതെന്തോ അതാണ് വിദ്യാഭ്യാസം. അതെ, കേവലം പാഠപുസ്തകങ്ങളിലെ അറിവിനുമപ്പുറം കായിക രംഗത്തെ മികവിനും കൂടി അവിടെ പ്രാധാന്യമുണ്ട്. അപ്പോൾ മാത്രമാണ് സമ്പൂർണ്ണ വികസനം എന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കുവാൻ